ഈ സ്നോറിങ്ങിൻ്റെ ഭാഗമായി മാഗ്നറ്റിക് സ്ട്രിപ്സും അതുപോലെ തന്നെ മൗത്ത് ടേപ്സും യൂസ് ചെയ്യുന്നവരുണ്ട്. സോ ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണ്? ആദ്യം മാഗ്നറ്റിക് സ്ട്രിപ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടിക്കുന്നത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂക്കിൻ്റെ അകത്ത് വരുന്ന ഒരു ഭാഗമുണ്ട്, ഇൻറ്റേർണൽ നേസൽ വാൽവ് എന്ന്. അപ്പോൾ അവിടെ ഒബ്സ്ട്രക്ഷൻ ഉള്ളവർക്ക് ഈ മാഗ്നറ്റിക് സ്ട്രിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ദശയുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു അഡിനോയിഡ് കാരണമുള്ളതോ അല്ലെങ്കിൽ ഒരു നാക്കിൻ്റെ പ്രശ്നം കാരണമുള്ള കൂർക്കമ്പലിയുള്ളവർക്ക് മാഗ്നറ്റിക് സ്ട്രിപ്സ് യൂസ് ചെയ്തുകൊണ്ട് വലിയ ഗുണമുണ്ടാകും. മൗത്ത് ടേപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുട്ടി വാ തുറന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐദർ മൂക്കിൻ്റെ തടസ്സം കാരണമാകാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പല്ല് പൊങ്ങിയിരിക്കുന്നതുകൊണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു ഫേഷ്യൽ ഡിഫോമിറ്റീസ് എന്തെങ്കിലും ഉള്ളതുകൊണ്ടാകും, അല്ലെങ്കിൽ ഹാബിച്വലാകും. അപ്പോൾ ഇത് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാതെ നമ്മൾ കുട്ടി വാ തുറന്നുറങ്ങുന്നത് കണ്ട് നമ്മളൊരു മൗത്ത് ടേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടിക്ക് ആ അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാതിരിക്കാം. അപ്പം ബേസിക്കലി ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിന് മുന്നും നമ്മൾ ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അത് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ നോക്കും. അതിനുശേഷം മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ.